നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായാൽ ഉടനെ ചാടി വീഴുന്ന ഒരാളാ നിയമസഭയിലും മറ്റും. ആ മാത്യു കുഴൽനാടനോടൊക്കെ അദ്ദേഹം തട്ടിക്കേറിയത് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഒരു കേസിനെ പറ്റി പറഞ്ഞതാ. ആ കേസിലെ പ്രതി മുഖ്യമന്ത്രിയുടെ മകളായി പോയി. അതല്ലാതെ കുഴൽനാടൻ തെറ്റൊന്നും ചെയ്തില്ല. എന്തായിരുന്നു പെർഫോമൻസ് നമ്മുടെ മുഖ്യമന്ത്രിയുടേത്? പക്ഷെ ഇപ്പോഴൊന്നും കാണുന്നില്ലല്ലോ. എന്തിന്? മൈക്ക് കേടായാൽ മൈക്ക് സെറ്റുകാരനെ അവരെ ശകാരിക്കും. കമ്പയർ ചെയ്യുന്ന പെൺകുട്ടിക്ക് അല്പം പിഴച്ചു പോയാൽ അല്ലെങ്കിൽ ഒരു വാചകം കൂടിപ്പോയാല് ആ കമന്റ് ഒന്നും വേണ്ട എന്ന് പറയും. പക്ഷേ ശബരിമല സ്വർണ്ണ കവർച്ചയെ കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ഈ സംസ്ഥാനത്തെ നയിക്കുന്ന ഭരണകർത്താവാണ് അദ്ദേഹം, മുഖ്യമന്ത്രിയാണ്. കേരളത്തിലൊരു വലിയ വിഭാഗം ആളുകള് ശബരിമലയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ ആശങ്കയോടാണ് ചിന്തിക്കുന്നത്. അതിനെ കാണുന്നത് സങ്കടത്തോടും വേദനയോടും ദുഃഖത്തോടും കൂടിയാണ്. അവരെ അഡ്രസ് ചെയ്യാൻ മുഖ്യമന്ത്രിക്കൊരു ഉത്തരവാദിത്വമില്ലേ? എന്താണത് സംഭവിക്കാത്തത്? പമ്പയില് അയ്യപ്പ സംഗമം നടന്നപ്പം ഇതായിരുന്നില്ലല്ലോ സ്ഥിതി. വാദോരാതെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? ശബരിമല ഞങ്ങളൊരു സ്വർഗമാക്കും, പർദീസയാക്കുമെന്ന് ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികൾക്ക് വാഗ്ദാനം നൽകിയതല്ലേ? ഇപ്പോ എവിടെ പോയി അയ്യപ്പ സംഗമം? അതിനെപ്പറ്റി ഒരു വാക്ക് കേൾക്കാനില്ലല്ലോ. ഈ കേസിനെ കുറിച്ച്, സ്വർണ്ണ കവർച്ചയെ കുറിച്ച്, ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം കവർച്ച ചെയ്തതിനെ പറ്റി എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല?